MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 944477816111 8089921675. പിണ്ടിമന അയിരൂർ ഭാഗത്ത് ആനയുടെ വിളയാട്ടം ജനങ്ങൾ ഭയാശങ്കയിൽ. കോതമംഗലം താലൂക്കിലെ പിണ്ടിമന പഞ്ചായത്ത് 11-ാം വാർഡിൽ അയിരൂർ പാടം ഭാഗത്ത് കാട്ടാനശല്യം രൂക്ഷമായി. 3 ദിവസമായി കാട്ടാനശല്യം രൂക്ഷമാകുന്നു. കോട്ടപ്പടി പഞ്ചായത്തിൽ 4-5 വാർഡുകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പിണ്ടിമനയുടെ ഈ പ്രദേശം. കോട്ടപ്പടി പഞ്ചായത്ത് 5-ാം വാർഡിൽ മങ്ങാരത്ത് വർഗീസ് കുട്ടിയുടെ പുരയിടത്തിൽ കാട്ടാനയും കാട്ടുപന്നിയും എത്തിയതായി വർഗീസ് കുട്ടി പറഞ്ഞു. പന്നികൾ കപ്പകൃഷി നശിപ്പിച്ചു. മോളത്തോൻ എബിയുടെ പുരയിടത്തിലെ 30ഓളം വാഴകൾ ആനകൾ നശിപ്പിച്ചു. വാർഡ് മെമ്പർ ലാലി ജോയിയുടെ പുരയിടത്തിലുണ്ടായിരുന്ന കപ്പ മുഴുവനും ആന നശിപ്പിച്ചിട്ടുണ്ട്. നശിപ്പിക്കുകയും കാട്ടുപന്നി വന്ന് കപ്പ മുതലായവ നശിപ്പിച്ച് കളിയൊക്കെ ചെയ്തു. മൊത്തത്തിൽ ഈ പ്രദേശം അയിരൂപ്പാടം മുതൽ പിണ്ടിമന പഞ്ചായത്തിൻ്റെ 11-ാം വാർഡ് മൊത്തം ആന ഉഴുതു മറിച്ച് കളഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വത്തിനോ ജീവനോ യാതൊരു സംരക്ഷണവും കൊടുക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തിനു വേണ്ടി ഇവർ ഭരിക്കുന്നു അതുവരെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങൾ ആകെ ഭയവശരായിട്ട് ആണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണമെന്നാണ്. തൊട്ടുചേർന്നുള്ള ആരാക്കൽ മത്തായിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന പ്ലാവിൽ നിന്നും 6ഓളം ചക്കകൾ വലിച്ചിട്ട് തിന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് 3 ആനകൾ എത്തിയതെന്ന് സിജിയും ഭർത്താവും മത്തായിയും സാക്ഷ്യപ്പെടുത്തി. പട്ടികളുടെ കുരകേട്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചുറ്റും നോക്കിയപ്പോൾ ചക്ക ഇടുന്ന ശബ്ദം കേട്ടു. അങ്ങോട്ട് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ ആന പ്ലാവിൽ മുൻകാൽ ഊന്നി ചക്ക പറിക്കുന്നത് കണ്ടു. തുടർന്ന് ആനകൾ കരിമ്പനക്കൽ പൈലിയുടെ പുരയിടത്തിൽ കയറി കാവാലക്കുടി ബോസിന്റെ പുരയിടത്തിലൂടെ ഇക്കരിക്കുടി ഉസ്മാന്റെ പൈനാപ്പിൾ കൃഷിയിലൂടെ കടന്ന് അമ്മച്ചി കോളനിയിലെ അങ്കണവാടിയുടെ സമീപം വരെ എത്തി. പ്രദേശവാസികൾ ഭയചകിതരാണ്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന വിധമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പർ ലാലി ജോയി ആവശ്യപ്പെട്ടു. ആനയ്ക്ക് വനത്തിനകത്ത് കാട്ടുമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ വാസം ഒരുക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. നാട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ വളരെ ഭീതിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. രാത്രി കിടന്നുറങ്ങാൻ തന്നെ ഭയപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ആന ഇറങ്ങാത്ത രീതിയിൽ ട്രെഞ്ച് ചെയ്ത് ഏത് രീതിയിലാണോ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിനുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റുകൾ അത് തീർത്തും അതിന് മര്യാദകേടായിട്ടാണ് കാണിക്കുന്നത്. അതാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.